അളിയനും പെങ്ങളും വിളിച്ചിട്ട് പറഞ്ഞ് ഇജ്ജന്ന് ഷാഹിനും കൂടിയിട്ട് എന്തായാലും പൂരാണ്. അപ്പൊ പൂരത്തിനും വാനത്തിനൊക്കെ എന്തായാലും എത്തണം പറഞ്ഞു. അപ്പൊ പൂരത്തിന് പോകാൻ പറ്റില്ല. അപ്പൊ എന്തായാലും വാനം കണ്ടിട്ട് വരാനായിട്ട് പെങ്ങളെ വീട്ടിൽ പോയി പെങ്ങളും കുട്ടികളൊക്കെ കൂട്ടി നേരെ വാന സ്ഥലത്തേക്ക് വിട്ടു, കുറെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വെച്ചിട്ട്. അപ്പൊ കുറെ വീഡിയോസ് ഒക്കെ എടുത്തപ്പോ വീഡിയോസ് എടുക്കുന്ന ടൈമിൽ നമ്മളെ ബജിക്കട നടത്തുന്ന ചേട്ടന്മാരെ വിളിച്ചിട്ട് ചാനൽ കാണുന്നുണ്ട്, ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ ചേട്ടന്മാരെ കുറെ കഥയൊക്കെ പറഞ്ഞു, അവരെ വീഡിയോസ് ഒക്കെ എടുത്ത് അതേപോലെ കുറെ പേര് അറിയുന്ന പേരൊക്കെ വന്ന് അവരായിട്ടൊക്കെ സംസാരിച്ചു. ഓരോരുത്തരെ വിളിച്ചിട്ട് നമ്മൾ ചാനലൊക്കെ കാണുന്നവരാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക്. നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ അവര് കാണുന്നുണ്ടല്ലോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ കണ്ടാൽ മനസ്സിലാവണമല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര അതിയായ സന്തോഷമാണ്. അപ്പൊ കമ്മല് കണ്ടപ്പോ ഷാഹിനത്തെ കമ്മലെടുക്കാൻ വേണ്ടി ഷാഹിനില്ല എന്നാദ്യം കൂടിയിട്ട് കമ്മലിന്റെ അവിടെ പോയി. അപ്പൊ നമുക്ക് എത്ര പുറത്തുനിന്ന് മേടിച്ചാലും പൂര സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇതാണല്ലോ എന്തെങ്കിലുമൊക്കെ മേടിക്കാന്നുള്ളത്. അപ്പൊ ഒരുപാട് വെറൈറ്റീസ് കമ്മൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഒരുപാട് ഇതുണ്ട്, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുറെ കമ്മലിന്റെ ശേഖരം. ഇപ്പൊ എത്ര തിരക്കുണ്ടെങ്കിലും വാഹനത്തിനൊക്കെ പോകാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാരണം ഞാൻ ഇപ്പൊ അടുത്ത കൊല്ലം ഉണ്ടാവുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ മൂക്കല കണ്ണങ്കാവ് വാഹനം എന്ന് പറഞ്ഞാൽ എന്തായാലും പോയി കാണുന്ന സ്ഥലമാണ്. അത് എല്ലാ പ്രാവശ്യം പോലുണ്ട്. അപ്പൊ ഒരുപാട് അറിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അവരോടൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. കുറെ കച്ചവടക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ബലോങ്കാരുണ്ട്, അതേപോലെ ഒരുപാട് എല്ലാ രീതിയിലുള്ള സാധനങ്ങളും വിൽക്കണ കുറെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നല്ല വെറൈറ്റി ബലൂൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിങ്ങനെ നല്ല ഭംഗിയുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത ലക്ഷ്യം നമുക്ക് ഇവിടെ മീൻ കാണണമെന്ന് ഷാഹിന പറയുന്നുണ്ട്. മീനിനെ കണ്ടില്ല, വാനത്തിന് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ വേഗം തിരിച്ചു പോവുക ചെയ്തത്, കുറെ നടക്കാൻ നിന്നില്ല. അപ്പൊ മീൻ കാണാൻ പോണ വഴിക്ക് ഇതേ വീണ്ടും കമ്മൽ. അപ്പൊ കമ്മലൊക്കെ വീണ്ടും ഷാഹിന ഓടിപ്പോയിട്ട് കമ്മലൊന്നും ഷാഹിനക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സാധനമാണ്. വെറൈറ്റി വെറൈറ്റി കമ്മൽസ് ഒക്കെ മേടിക്കും. അങ്ങനെ അതേ മീൻ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോ അതേ കിടക്കുന്ന കൊമ്പൻ സ്രാവ്. അപ്പൊ കുറെ സ്രാവും കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, പല രീതിയിലുള്ള മീനൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറെ മീനുകളുണ്ട്, വലിയ വലിയ സ്രാവ്. അതേപോലെ കുറെ വെറൈറ്റി മീനൊക്കെ ഉണ്ട്, വലിയ വലിയ സ്രാവൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങള് വീഡിയോയിൽ എടുത്തു. പിന്നെ അപ്പുറത്തേക്ക് നടന്ന് കൊണ്ടിരിക്കുമ്പോ അതേ ചേട്ടൻ ഡാൻസ് ആണ്, അതേ വലിയ സ്രാവ്. അപ്പൊ വലിയ സ്രാവ് രസമുണ്ടല്ലേ, ഫ്രഷ് സ്രാവ്. അപ്പൊ വാണ്യത്തിന് വന്നിട്ട് നമുക്ക് പ്രത്യേക ഒരു രസമെല്ലാം നടന്ന് കാണുന്നതും അതേപോലെ തന്നെ നമ്മൾ അറിയുന്ന ഒത്തിരി പേര് വരുന്നതും. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് അതേപോലെ പല നമ്മൾ പൂരത്തിന് കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത ഐറ്റംസ് ഒക്കെ കുറെ തൊപ്പി പോലത്തതും അതേപോലെ ബീപ്പിളികളും. അപ്പൊ ചട്ടി കണ്ട് വീഡിയോ എടുക്കാൻ പോയപ്പോ ചേട്ടൻ പറഞ്ഞ യൂട്യൂബിൽ ഇടാച്ച ഞങ്ങളെ ഇതിന്റെ പേര് പറയണേ. അപ്പൊ നെല്ലിശ്ശേരിയാണ്, നെല്ലിശ്ശേരി ചട്ടികൾ എന്ന് പറയണെന്ന് ആ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിരുന്നു. നെല്ലിശ്ശേരി ചട്ടികളുണ്ട്, നല്ല അടിപൊളി ചട്ടികളാണ്, ഒക്കെ നല്ല രസമുണ്ട്. അതേപോലെ വെറൈറ്റീസും കുറെ ഐറ്റംസ് ഉണ്ട് അവര്. അപ്പത്തെ അപ്പുറത്ത് ചട്ടി കത്തി മടാള് കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറെ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ചേട്ടരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറെ തൊപ്പി ഇതൊക്കെ നോക്കി, അതൊക്കെ ഉണ്ട്, കുറെ വീഡിയോസ് എടുത്ത്. അപ്പൊ നമുക്ക് വെറൈറ്റി സാധനങ്ങൾ കാണുമ്പോൾ നല്ല രസമാണല്ലോ. കുറെ ബലൂൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ വീട്ടില് പിന്നെ പിള്ളേരൊക്കെ ചെറിയ പിള്ളേരില്ലാത്തത് ബലൂണൊന്നും മേടിച്ചില്ല. അപ്പൊ ഇനി അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് അമ്പലത്തിന്റെ അവിടെ പോവാന്നുള്ളതാണ്. അമ്പലത്തിന്റെ അവിടെ പോകുന്ന വഴിക്ക് ഇതാ കരിങ്കാലിയുടെ അത് വെച്ചിട്ടുണ്ട്, ഡമ്മിയാണ് ഇട്ടത്. അങ്ങനെ ഞങ്ങൾ ഇതാ അമ്പലത്തിന്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാനിതുവരെ അമ്പലം പകലില് പോയിട്ടുള്ളൂ, പൂരത്തിന്റെ ടൈമില് രാത്രി കണ്ടിട്ടില്ല. അപ്പൊ രണ്ട് സൈഡിലും നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തി, നല്ല വീതിയുള്ള റോഡാട്ടോ. അമ്പലത്തിന് ചേലക്കടവത്തുനിന്ന് വരുന്ന റോഡാണിത്. അപ്പൊ അമ്പലത്തിന്റെ അവിടേക്ക് നടക്കുന്ന സൈഡിലൊക്കെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കുറെ ഇവിടെ ഉണ്ട് കേട്ടോ, അലുവയും കാര്യങ്ങളും മിഠായും അങ്ങനത്തെ കുറെ കടകളുണ്ട് ഇവിടെ. അപ്പൊ അതൊക്കെ കുറെ ഞങ്ങള് വീഡിയോയിൽ പകർത്തി. നേരെ അപ്പൊ ഷാഹിനാക്ക് വള ഇടണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുപോയിട്ട് വള അടിക്കാൻ കൊണ്ടുപോയി. അപ്പൊ വള സെലക്ട് ചെയ്യാണ്. അപ്പൊ വളൊക്കെ മേടിച്ച് അവിടുന്ന് ഇങ്ങനെ കുറെ വീഡിയോസ് എടുത്ത്. കുറെ സ്റ്റാളുകളുണ്ട് ഇവിടെ കളിക്കുന്നതും. അതെ, അപ്പൊ ഇതേ ഒരു DJ വന്നു, നല്ല അടിപൊളി പരിപാടിയാണ്. DJ കണ്ടപ്പോ DJയുടെ വീഡിയോസ് ഒക്കെ എടുത്ത്. അപ്പൊ നമ്മള് എല്ലാരും വാണിയസ്ഥലത്ത് അതിന്റെ അമ്പലത്തിന്റെ അവിടെ ആളുണ്ടെങ്കിലും വാണിയസ്ഥലത്തുള്ള അത്ര ആളില്ല കേട്ടോ. അപ്പൊ DJ വന്നപ്പോഴാണ് ഇവിടെ കുറെ ആളുകളായത്. അതേപോലെ ഐസ്ക്രീം വണ്ടികൾ ഇവിടെ നിരത്തി ഇട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ ഐസ്ക്രീം വണ്ടികളുണ്ട്. അതേപോലെ കുറെ ലെനാപ്പി വീഡിയോ, DJയുടെ വീഡിയോ, ലെനാപ്പിക്ക് DJ ഭയങ്കര ഇഷ്ടമാണ്, DJയുടെ വീഡിയോ എടുക്കുന്നത്. അതേപോലെ കുറെ ബലൂൺകാരൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലമൊക്കെ നല്ല രസമായിട്ട് മലബൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ കുറെ കച്ചവടക്കാരുണ്ട് ഇവിടെ ഈ മറ്റേ ജിലേബിയും അതും ഇതൊക്കെ വെക്കുന്ന കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. മറ്റുള്ള പൂരത്തിനെ കാണാത്ത കുറെ വെറൈറ്റീസ് ഇവിടെ കാണാനുണ്ട് ട്ടോ. അപ്പൊ അതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ പകർത്തി. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ്, ചേലക്കര വഴിയെ പോണത്. അപ്പൊ അവിടെ ആ റോഡ് നല്ല തിരക്കുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.